ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദ്ധിയുദ്ധ്വാ ശ്രേയോ അന്യക്ഷത്രിയസ്യ ന വിദ്യതേ. സാരം: ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ യുദ്ധത്തേക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. ഭാവാർത്ഥം: സാമൂഹ്യ ഭരണ വ്യവസ്ഥയനുസരിച്ച് മനുഷ്യനെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയർ. ക്ഷത് എന്ന വാക്കിന് മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം. ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്കുന്നവനത്രേ ക്ഷത്രിയൻ. ക്ഷത്രിയർ കാട്ടിൽ വെച്ചാണ് ഹിംസ പരിശീലിക്കുന്നത്. വാളുമേന്തി അവൻ കാട്ടിൽ ചെന്ന് വ്യാഘ്രത്തോട് നേരിട്ട് പൊരുതുന്നു. മരിച്ച വ്യാഘ്രത്തിൻ്റെ ശവം രാജകീയ ബഹുമതികളോടെ സംസ്കരിക്കപ്പെടും. ജയ്പൂരിലെ ക്ഷത്രിയ രാജാക്കന്മാർ അടുത്ത കാലം വരെ ഈ പതിവ് നിലനിർത്തിപ്പോന്നു. മതനിയമപ്രകാരം വേണ്ടി വന്നേക്കാവുന്ന ഹിംസ ചിലപ്പോൾ ആവശ്യമായിരുന്നതിനാൽ വെല്ലുവിളിയിലും കൊലയിലും ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം നൽകാറുണ്ട്. നേരെ സന്യാസാശ്രമം സ്വീകരിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ്. രാഷ്ട്രീയത്തിൽ അഹിംസ ഒരു തന്ത്രമായേക്കാം, എന്നാൽ അത് ഒരിക്കലും തത്വാധിഷ്ഠിതമല്ല. ശ്ലോകം 32. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. സാരം: പാർത്ഥ, യാദൃശ്ചികമായി ഇതുപോലെയൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗകവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഭാവാർത്ഥം: പൊരുതുന്നതുകൊണ്ട് ഒരു നന്മയും ഞാൻ കാണുന്നില്ല. അത് എന്നെയും നരക ജീവിതത്തിന് വഴിയൊരുക്കും എന്നു പറഞ്ഞ അർജുനൻ്റെ നിലപാടിനെ ലോകോത്തമ ഗുരുവെന്ന നിലയിൽ തള്ളിക്കളയുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ് അർജുനൻ ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നത്. തൻ്റെ കൃത്യനിർവഹണത്തിൽ ഹിംസയ്ക്കിടമില്ലാതെ ഇരിക്കണമെന്ന് അദ്ദേഹം ആശിക്കുന്നു. ഒരു ക്ഷത്രിയൻ യുദ്ധരംഗത്ത് അഹിംസാ തൽപരനായി നിൽക്കുക എന്നത് വിഡ്ഢികളുടെ തത്വശാസ്ത്രമാണ്. വ്യാസപിതാവായ പരാശര മഹർഷി പരാശര സ്മൃതി എന്ന തൻ്റെ നീതി സംഹിതയിൽ ഇപ്രകാരം പറയുന്നു: ക്ഷത്രിയൻ്റെ ധർമ്മം പ്രജകളെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കലാണ്. അതിനുവേണ്ടി നിയമാനുസൃതമായി അയാൾക്ക് ഹിംസയുടെ മാർഗം അവലംബിക്കാം. അങ്ങനെ ശത്രുക്കളുടെ സൈന്യബലത്തെ ജയിച്ചിട്ട് മതപ്രമാണികളെ മുൻനിർത്തി ലോകം ഭരിക്കണം. ഏതു വിധം ആലോചിച്ചാലും അർജുനൻ പോരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ന്യായീകരിക്കാൻ വയ്യ. ശത്രുക്കളെ ജയിച്ചാൽ അദ്ദേഹത്തിന് രാജാവായി കഴിയാം. യുദ്ധത്തിൽ മരിച്ചാലാകട്ടെ തനിക്കായി തുറക്കപ്പെട്ട സ്വർഗ കവാടങ്ങളിലൂടെ ഉപരിലോകങ്ങൾ പോകാം. 2 വിധമായാലും ഈ യുദ്ധം അദ്ദേഹത്തിൻ്റെ നന്മക്കു തന്നെ. ശ്ലോകം 33. അത ചേതമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. സാരം: അല്ല, ധാർമ്മികമായ ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരുന്നത് കൊണ്ട് നീ തീർച്ചയായും പാപം കയ്യേൽക്കും. യുദ്ധവീരൻ എന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഭാവാർത്ഥം: അർജുനൻ ഒരു പ്രശസ്ത യോദ്ധാവാണ്. അദ്ദേഹം അനേകം ദേവന്മാരെ പരമശിവനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച് കീർത്തി നേടിയിട്ടുണ്ട്. കാട്ടാള വേഷധാരിയായ പരമശിവനെ പൊരുതി തോൽപ്പിച്ച ശേഷം പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് പാശുപതാസ്ത്രം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു മഹായോദ്ധാവാണെന്ന് എല്ലാവർക്കും അറിയാം. ദ്രോണാചാര്യനും ആശീർവദിച്ച് ഗുരുവിനെ പോലും ഹിംസിക്കാൻ കഴിവുള്ള ഒരു സവിശേഷായുധം അർജുനന് സമ്മാനിച്ചിരുന്നു. പിതാവായ ദേവേന്ദ്രൻ ഉൾപ്പെടെ അസംഖ്യം പ്രമാണികരിൽ നിന്ന് വിജയോപഹാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ ക്ഷത്രിയനെന്ന നിലയിൽ തനിക്കുള്ള കടമ നിറവേറ്റിയില്ലെന്ന് വരും. അതിനു പുറമെ ഇതേവരെ നേടിയ സൽകീർത്തിയും നഷ്ടപ്പെടും. തനിക്ക് നരകത്തിലേക്ക് വഴിയൊരുക്കലാവും അത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് നരകം പോകേണ്ടി വരുന്നത്. ശ്ലോകം 34. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാദതിരിച്ഛതേ. സാരം: ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം. ഭാവാർത്ഥം:
സുഹൃത്തിൻ്റെയും തത്വചിന്തകൻ്റെയും നിലയിൽ കൃഷ്ണ ഭഗവാൻ യുദ്ധം ചെയ്യില്ലെന്ന അർജുനൻ്റെ നിശ്ചയത്തെപ്പറ്റി അവസാന വിധി അരുളുകയാണ്. അർജുന, പോരിനു മുൻപ് തന്നെ ഈ രണാങ്കണം വിട്ടുപോയാൽ നീ ഭീരു എന്ന് വിളിക്കപ്പെടും. രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക. നിനക്ക് ദുഷ്പേരുണ്ടാകും. ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ്. ഇതാണെൻ്റെ ഉപദേശം. നിന്നെപ്പോലെ മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തേക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി. മരണത്തെ ഭയന്ന് ഇവിടം വിട്ടോടരുത്. മരണമാണതിലും ഭേദം. എൻ്റെ സൗഹാർദ്ദം ദുരുപയോഗപ്പെടുത്തിയെന്നും സമൂഹത്തിൽ നിനക്കുള്ള മാന്യത നഷ്ടപ്പെടുത്തിയെന്നും ഉള്ള ദുഷ്പേരിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്നതാണ് ഭഗവാന്റെ അന്തിമ തീരുമാനം. ശ്ലോകം 35. ഭയാദൃണാദു പരദം വംസ്യന്തേ ത്വാമഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. സാരം: ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസ്സാരനായി കരുതും. ഭാവാർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് തൻ്റെ തീരുമാനം തുടർന്ന് പറയുന്നു. ദുര്യോധനൻ, കർണൻ മുതലായ മഹാരഥന്മാർ നീ ഭയപ്പെട്ടാണ് സ്ഥലം വിട്ടതെന്നേ കരുതുകയുള്ളൂ. മറിച്ച് സ്വന്തം മുത്തച്ഛനോടും സോദരരോടുമുള്ള കനിവ് കൊണ്ടാണെന്ന് ഓർക്കാനിടയില്ല. തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ പോയതെന്ന് അനുമാനിച്ച് നിന്നെക്കുറിച്ച് അവർക്കുള്ള മതിപ്പ് അത്രയും നശിക്കുകയും ചെയ്യും. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.